പത്തരമാറ്റിന് വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യ ചന്തുമോളോട് തൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഇനി മുറിയിലോട്ട് കടന്നു പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചന്തുമോൾക്ക് നവ്യയുടെ മുറിയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു പേടിയൊക്കെയുണ്ട്. ആ ഭാഗത്തേക്ക് പോകാനേ കൂട്ടാക്കാറില്ല. അങ്ങനെ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ചന്തുമോള്. ആ സമയത്ത് നയന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, എന്താ മോള് സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ നവ്യാൻ്റെ മാത്രം എന്നോട് മാത്രം എന്താ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, കുഞ്ഞുവാവനെ കാണാൻ എന്താ സമ്മതിക്കാത്തത്, എനിക്ക് കുഞ്ഞുവാവനെ എനിക്കിഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ ചന്തുമോള് നയനയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, മോൾക്ക് കുഞ്ഞുവാവനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മോള് പോയി നോക്കിക്കോ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഈ അമ്മ നോക്കിക്കോളാം കേട്ടോ, ഒന്നും പറയില്ല, മോളെ ആരും വഴക്ക് പറയില്ല, അതിന് മുത്തശ്ശൻ സമ്മതിക്കില്ല, മുത്തശ്ശൻ പറഞ്ഞതൊക്കെ മോള് കേട്ടിട്ടുള്ളതല്ലേ, മോൾ ആരെയും പേടിക്കണ്ട, മോളുടെ സ്വാതന്ത്ര്യത്തിന് ഇവിടെ മോൾക്ക് നിൽക്കാം എന്നൊക്കെ ചന്തുമോളോട് നയന പറയുകയാണ്. അങ്ങനെ നയനയുടെ സപ്പോർട്ട് കണ്ടപ്പോൾ ചന്തുമോൾക്ക് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ പിന്നീട് ചന്തു നമ്മുടെ നവ്യയുടെ മുറിയുടെ അടുത്തോട്ട് പോയിട്ട് ഇങ്ങനെ എത്തി നോക്കുകയാണ്. അങ്ങനെ എത്തി നോക്കുന്ന സമയത്ത് വാവ അവിടെ നിന്ന് ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ അവൾക്ക് വളരെ സന്തോഷവും കുഞ്ഞുമാവയുടെ അടുത്തേക്ക് പോകാനുള്ള ആ ഒരു ആകാംക്ഷയും തോന്നിയത് കൊണ്ട് തന്നെ ആ നവ്യയുടെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോയിട്ട് അതിനെ കളിപ്പിക്കുകയാണ്. അവൾക്ക് ആ കുഞ്ഞിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവള് ഒരു ചേച്ചി എന്നുള്ള രീതിയിലൊക്കെ ആ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ നവ്യ അവിടേക്ക് വരുന്നത്. അത് കണ്ടിട്ട് നവ്യക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ചന്തുമോളോട് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, എടി നിന്നോടല്ലേ ഞാൻ പറഞ്ഞിരുന്നത് ഈ മുറിയിലോട്ട് കടന്നു പോവരുത്, എൻ്റെ കുഞ്ഞിനെ കാണാൻ വരരുത് എന്നുള്ളത്, നീ ധിക്കരിക്കുകയാണോ, പറഞ്ഞാൽ നിനക്ക് അനുസരണയില്ലേ, എങ്ങനെ അനുസരണയില്ല, അങ്ങനെയാണല്ലോ വളർത്തി വെച്ചിരിക്കുന്നത്, അനുസരണ എന്നത് നിൻ്റെ അമ്മയൊന്നും നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, അതാണല്ലോ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ നവ്യ കുഞ്ഞിനോട് ചൂടാവുകയാണ്. ഇത് കേട്ടപ്പോൾ ചന്തുമോൾക്ക് വളരെയധികം സങ്കടം തോന്നുകയാണ്. അങ്ങനെ കരയാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഓ നിൻ്റെ കള്ളക്കണ്ണീരൊന്നും ഇവിടെ എടുക്കണ്ട, ഇനിയിപ്പോൾ ഇതിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ അറിയിച്ചിട്ട് എന്നെ വഴക്ക് കേൾപ്പിക്കാനായിരിക്കും അല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് ചന്തുമോളെ വലിച്ച് കൊണ്ടുപോവുകയാണ്. വളരെ ശക്തിയായിട്ടാണ് ചന്തുമോളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത്. എന്നിട്ട് തള്ളിയിടുകയാണ്. ആ തള്ളിയിടുന്ന ആ സമയത്ത് ചന്തുമോള് കാല് തെറ്റിയിട്ട് സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് പോയിട്ട് ഉരുണ്ട് മറിഞ്ഞ് വീഴാൻ പോവുകയാണ്. ആ സമയത്താണ് കറക്റ്റ് നമ്മുടെ നയന അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്നിട്ട് ചന്തുമോളെ പിടിക്കുകയാണ്. ആ സമയത്ത് നയന അവിടെ എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നും ഉരുണ്ട് താഴോട്ട് വീഴുമായിരുന്നു. വലിയൊരു അപകടമാണ് നയന വന്നതുകൊണ്ട് അവിടെ ഒഴിവായത്. ആ സമയത്ത് നയനയ്ക്ക് വളരെയധികം ദേഷ്യം വരികയാണ്. എന്നിട്ട് ചേച്ചിക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, ചെറിയ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് ഒന്നും അറിയില്ലേ, ദേഷ്യമുണ്ടെന്ന് കരുതിയിട്ട് ഇത്തരം ക്രൂരതയാണല്ലോ ചെയ്യുന്നത്, ഇതൊക്കെ എങ്ങനെ ചേച്ചിക്ക് ചെയ്യാൻ തോന്നി, അതും ഈ കുഞ്ഞിനോട്, എന്തൊക്കെ ദേഷ്യമുണ്ടെങ്കിലും കുഞ്ഞുങ്ങളോട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, മുത്തശ്ശൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് എന്ന് കരുതിയിട്ട് അത് ഈ കുഞ്ഞിനോടാണോ തീർക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, എന്തൊക്കെയായാലും എൻ്റെ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹമാണല്ലോ ഇവള് പിടിച്ചു വാങ്ങുന്നത്, അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു എല്ലാ ആശ്വാസവും ഉണ്ട് എന്ന് കരുതിയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഇതാ ഒരു കണ്ണിലെ കരട് പോലെ ഇവൾ എത്തിയിരിക്കുന്നു, ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നയന പറയുന്നുണ്ട്, ചേച്ചിയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, എന്തൊക്കെ പറഞ്ഞാലും വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും, എന്തായാലും ചന്തുമോളെ കാട്ടിയതിന് ഇത് മുത്തശ്ശൻ അറിഞ്ഞാൽ ഇത് വലിയ പ്രശ്നവും, പിന്നെ നവ്യേച്ചി എല്ലാ കാലത്തും ഇവിടുന്ന് പുറത്തേക്ക് പോവേണ്ടി വരും, ഇവിടെ പിന്നെ നിൽക്കലുണ്ടാവില്ല, കാരണം മുത്തശ്ശൻ വാണിംഗ് തന്നതാണ് ആരും ചന്തുമോളെ ഉപദ്രവിക്കരുത് എന്നുള്ളതും അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതും മുത്തശ്ശൻ ആദ്യം പറഞ്ഞതാണ്, അതൊക്കെ നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞതില്ലേ, പിന്നെയാണോ ഇത്തരത്തിലൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ നയന നവ്യയോട് പറയുകയാണ്. ആ സമയത്ത് നവ്യക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട്, ഇനി മുത്തശ്ശൻ അറിഞ്ഞാൽ ഇത് പ്രശ്നമാകുമോ, എന്നെ ഇവിടുന്ന് പുറത്താക്കുമോ എന്നുള്ള ഒരു ഭയമൊക്കെ ഉള്ളിലുണ്ട്. പക്ഷേ നവ്യ അത് പുറത്തേക്ക് കാണിക്കുന്നില്ല. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, എൻ്റെ മുറിയിലോട്ട് കടന്നു പോകരുത് എന്നുള്ളത് ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്, ഇവളെൻ്റെ കുഞ്ഞിനെ കാണുന്നതോ കളിപ്പിക്കുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല, എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്, ഇവളെ എങ്ങോട്ടാന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് നയന ചന്തുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ സങ്കടം കൊണ്ട് നിർത്താതെ കരയുകയാണ് ചന്തുമോളെ. ആ സമയത്താണ് മുത്തശ്ശൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്,
എന്ത് പറ്റി മോളെ, എന്തിനാ മോൾ കരയുന്നത്, അവൾ വളരെയധികം സങ്കടപ്പെട്ടിട്ടാണല്ലോ കരയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊന്നുമില്ല, അത് നവ്യേച്ചിയുമായിട്ട് ചെറിയൊരു വഴക്കുണ്ടായി, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ ചന്തുമോളോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചന്തുമോൾ മുത്തശ്ശനോട് പറയുന്നുണ്ട്, അത് ആൻറ്റി എന്നെ ഉന്തിയിടാൻ നോക്കി, ഞാൻ ആ സമയത്ത് വീഴാൻ പോയി, തല പൊട്ടാൻ പോയി എന്നുള്ള രീതിയിലൊക്കെ കൊഞ്ചി കൊഞ്ചി ഇങ്ങനെ പറയുന്നുണ്ട് ചന്തുമോൾ. ഇത് കേട്ടിട്ട് മുത്തശ്ശനെ വളരെയധികം ചൂടാവുകയാണ്. എന്നിട്ട് നവ്യ എന്ത് ക്രൂരതയായി കാണിച്ചത്, നവ്യക്ക് ഇത്രയും ഇങ്ങനെയൊക്കെ മോളോട് ചെയ്യാനുള്ള മനസ്സുണ്ടായോ, ഇവൾ ഇത്രയും ക്രൂരയായിരുന്നോ, അവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ളതൊക്കെ മുത്തശ്ശൻ വളരെ ദേഷ്യത്തോടു കൂടെ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, സാരില്ല മുത്തശ്ശ, എന്തായാലും ഞാനതൊക്കെ ശ്രദ്ധിച്ചോളാം, തൽക്കാലത്തേക്ക് വിട്ടേക്ക്. എന്തായാലും എനിക്ക് തോന്നുന്നത് ചേച്ചിൻ്റെ കുഞ്ഞ് വന്ന സമയത്ത് അവർ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറിയത്, അതൊക്കെ ഞാൻ ശരിയാക്കി എടുത്തോളാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ആയിക്കോട്ടെ മോളെ, എന്തായാലും മോളൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയായിട്ട് ചെയ്യും, ചന്തുമോൾക്കൊരു സങ്കടവും ഉണ്ടാകുന്ന പ്രവർത്തികളൊന്നും ഇവിടെ മോൾ ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതൊക്കെ മുത്തശ്ശന് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ്.